ഹായ് സുഹൃത്തുക്കളെ, നാക്കിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബയോഡേറ്റ, റെസ്യൂമെ, CV ഇതിൻ്റെയൊക്കെ വ്യത്യാസമായിരുന്നു പറഞ്ഞിരുന്നത്. ഈ വീഡിയോയിൽ റെസ്യൂമെ, അതായത് ഒരു ജോബ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ആ ഡോക്യുമെൻറ്റിൻ്റെ നമ്മൾ റെസ്യൂമെ എന്നാണ് വിളിക്കുന്നതെന്ന് നേരത്തെയുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. എങ്കിലും സാധാരണയായിട്ട് റെസ്യൂമെ, CV എന്നൊക്കെയാണ് കൂടുതലായിട്ട് നമ്മുടെ ഇവിടെയൊക്കെ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ആ റെസ്യൂമെ എങ്ങനെയാണ്, അതിൻ്റെ ഒരു സാമ്പിൾ ഫോർമാറ്റ് എന്തൊക്കെയാണ്, അതിനകത്ത് വരേണ്ട കണ്ടൻറ്റുകൾ എങ്ങനെയാണ്, അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഓർക്കുക, ഇതൊരു പെർമനൻ്റ് ഫോർമാറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയോ അല്ല. ഇത് ഓരോ സമയത്തും അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അയക്കുന്ന കമ്പനികൾ അയക്കുന്ന ചിലപ്പം വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ അയക്കുന്ന റെസ്യൂമേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോരുത്തർക്കും അതിനനുയോജ്യമായ രീതിയിൽ നമ്മുടെ ഫോർമാറ്റായാലും കണ്ടൻറ്റിനായാലും വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. എന്നാലും ജനറലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ചില ഫോർമാറ്റ് അല്ലെങ്കിൽ ചില റെസ്യൂമയുടെ ഒരു രീതിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് റെസ്യൂമയുടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം നമുക്ക് കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ അല്ലേ, നമ്മുടെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള, നമ്മൾ ഒരു റെസ്യൂമെ അയച്ചു കൊടുത്താൽ നമ്മളെ തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു ഡീറ്റെയിൽസ് നമ്മൾ ഈ റെസ്യൂമേക്കകത്ത് വെക്കാനുണ്ട്. നമ്മുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ലിങ്ക്ഡിൻ പ്രൊഫൈൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിനകത്ത് നെയിം നമ്മൾ നിർബന്ധമായിട്ടും വെക്കണം. അതുപോലെ അഡ്രസ്സ്, ചില റെസ്യൂമേയിൽ അഡ്രസ്സിന് പകരം പ്ലേസ് ആണ് വെച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, അഡ്രസ്സ് വെക്കേണ്ട റെസ്യൂമകളിൽ നമ്മൾ അഡ്രസ്സ് തന്നെ വെക്കുക. പിന്നെ ഫോൺ നമ്പറിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ വിളിച്ചാൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു നമ്പർ. ചില റെസ്യൂമേക്കകത്തൊക്കെ ഒത്തിരി നമ്പർ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ മതിയാവും. പക്ഷെ അത് നമ്മളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറായിരിക്കണം. നമുക്ക് എന്തെങ്കിലും മെസ്സേജോ അലേർട്ടോ എന്തെങ്കിലുമൊക്കെ വരുന്ന, അത് കൃത്യമായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ കിട്ടുന്ന ആ നമ്പറായിരിക്കണം വെക്കേണ്ടത്. ഇമെയിൽ അഡ്രസ്സിൽ പ്രധാനമായിട്ട് ചില ഇമെയിൽ അഡ്രസ്സിൽ കുറച്ച് ടെക്സ്റ്റിൻ്റെ കൂടെയും ഒരു നമ്പരും ഒക്കെ വെച്ചിട്ടുള്ള മെയിൽ അഡ്രസ്സ് കണ്ടിട്ടുണ്ട്. അപ്പം പൊതുവേ പറഞ്ഞ് കേട്ടിട്ടുള്ളത്, ഈ നമ്പർ വെച്ചുള്ള മെയിൽ അഡ്രസ്സ് എന്നൊക്കെ പറയുന്നത് ഒരു സുഖമില്ലാത്ത മെയിൽ അഡ്രസ്സാണ്. അതുകൊണ്ട് ടെക്സ്റ്റ് മാത്രം യൂസ് ചെയ്തു, അതായത് നമ്മുടെ പേര് മാക്സിമം നമ്മുടെ പേര് തന്നെ ഉപയോഗിച്ച് കിട്ടുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ പേരിൻ്റെയും സർനെയിം, ഫസ്റ്റ് നെയിം അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ഒത്തിരി ലെങ്തി ആകാതെ പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ ചിലത് നമുക്കങ്ങനെ കിട്ടാറില്ല, ടെക്സ്റ്റ് മാത്രം വെച്ച് കിട്ടാറില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്പറും കൂടെ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്പർ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പം ഉണ്ടെന്നല്ല, കുറച്ചും കൂടെ കൺവീനിയൻറ്റ് എന്ന് തോന്നുന്നത് കുറച്ച് ഷോർട്ടായിരിക്കുക. പിന്നെ ടെക്സ്റ്റ് മാത്രമാണെങ്കിൽ നമുക്കത് ഇപ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ടെക്സ്റ്റ് നമ്പറും കൂടെ ഒക്കെ ഉള്ളത് വലിയ പ്രശ്നം, കാരണം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മെയിലിലേക്ക് പോകത്തക്ക രീതിയിലോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഇപ്പോൾ അത് വലിയ പ്രശ്നമായിട്ടില്ല. എങ്കിലും കാണുമ്പോൾ അങ്ങനെയാണെന്നാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത്, ഒരു മെയിൽ ID കാണുമ്പോൾ കുറച്ച് നമ്പരും അതും ഇതും ഒക്കെ വെച്ചിട്ടാണുള്ള മെയിൽ ID പെട്ടെന്ന് ഓർക്കാനുള്ള സാധ്യത കുറവുണ്ടല്ലോ. ഇൻ കേസ് നമ്മൾ ഫോണിൽ കൂടി ഒരാളോട് നമ്മുടെ മെയിൽ ID ഷെയർ ചെയ്യുമ്പോൾ അയാൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന മെയിൽ ID ആണെങ്കിൽ അത് കുറച്ച് കുഴപ്പമില്ലാത്ത മെയിൽ ID ആണ്. അതല്ലാതെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് ഓരോ സ്പെല്ലിംഗ് ആയിട്ട് എടുത്തൊക്കെ പറയേണ്ടുന്ന മെയിൽ IDകളൊക്കെയാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, അത് വിട്ടേക്കും. ഇനി അടുത്തത് ലിങ്ക്ഡിൻ പ്രൊഫൈലാണ്. എന്താണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ, എന്തിനാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്നതൊക്കെ നമ്മുടെ വരുന്ന വീഡിയോകളിലൊക്കെ പറയാം. ഓക്കെ, അടുത്തത് പ്രൊഫഷണൽ സമ്മറി ഉണ്ട്. നമ്മുടെ റെസ്യൂമേക്കകത്തൊരു സമ്മറി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കരിയർ സമ്മറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ഹെഡിൽ കൊടുക്കാറുണ്ട്. അതിനകത്ത്
നമ്മുടെ കരിയർ ഗോൾസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ്, ഹൈലൈറ്റ്സ് യുവർ കീ സ്ട്രെങ്സ് ആൻഡ് കരിയർ ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മൾ ചിലപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കാം ചില ജോലികളൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്യാനില്ല, അതിൽ എക്സ്പീരിയൻസോ ജോലി ചെയ്തുള്ള എക്സ്പീരിയൻസിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയെന്നൊന്നും പറയാൻ കാണത്തില്ല. അപ്പോൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിലും നമ്മൾക്ക് കിട്ടിയിട്ടുള്ള കുറേ നോളജുകളിൽ നിന്ന് എന്തൊക്കെ സ്ട്രെങ്താണ്, എന്തൊക്കെ സ്കില്ലാണ് നമുക്കുള്ളത്, അത് മെൻഷൻ ചെയ്തുകൊണ്ട് ആ സ്കില്ലുകൾ ഉപയോഗിച്ചിട്ട് എനിക്ക് ഈ ജോലി, നമ്മൾ ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജോലി ചെയ്യാൻ എൻ്റെ ഇന്ന സ്കില്ലുകൾ ഉപയോഗിച്ചിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് ഇന്ന രീതിയിലുള്ള, ഇപ്പം നമ്മൾ ഏതെങ്കിലും ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ജോലിയെക്കുറിച്ച് നന്നായിട്ട്, ആ ജോബ് ഡിസ്ക്രിപ്ഷൻ ചില ജോലികൾക്കൊക്കെ കൊടുക്കാറുണ്ട്, അപ്പോൾ അതൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി ആ ജോലിക്ക് നമ്മുടെ സ്കില്ലുകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പ്രൊഫഷണൽ സമ്മറി അല്ലെങ്കിൽ ഒരു കരിയർ സമ്മറി ഒബ്ജക്റ്റീവ്സ് ഒക്കെ എഴുതാനായിട്ട്. ഓക്കെ, നമുക്ക് ഇന്ന സ്കില്ലുകളുണ്ട്, എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, അപ്പോൾ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വെച്ച്, ഇപ്പോൾ നമ്മളൊരു സെയിൽസ് ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്, ഞാൻ ഫ്രഷറാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് നല്ല സെമിനാറുകളൊക്കെ എടുക്കുകയും ആ സെമിനാറുകളിൽ ഇന്ന ടോപ്പിക്കുകൾ എടുത്ത് ഞാൻ എൻ്റെ നമ്മുടെ കൂടെ നമ്മൾ സെമിനാർ എടുക്കുമ്പോൾ ആ സെമിനാറിൽ പങ്കെടുത്തവരിലേക്ക് ആ ഐഡിയാസ് കൺവേ ചെയ്യാൻ നമുക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉപയോഗിച്ചിട്ട് എനിക്ക് ഈ സെയിൽസും ഈ പ്രോഡക്റ്റും, അതായത് അപ്പോൾ ആ സെയിൽസ് ഏത് കമ്പനിയിലെ, ഇപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരിക്കും, അപ്പോൾ അതിന് ഒരു കമ്പനി കാണുമല്ലോ, ഏതെങ്കിലും ഒരു കമ്പനിയിലേക്കോ അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്കോ ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പ്രോഡക്റ്റുകളെക്കുറിച്ചും നമ്മളൊന്ന് റിസർച്ച് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ഇപ്പം എന്തെങ്കിലും ഒരു ഇൻറ്റീരിയർ ഡെക്കറേഷൻസ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ വേറെ ഏതെങ്കിലും ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്ഥാപനത്തിലേക്കാണെങ്കിൽ അവിടെയുള്ള പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ അവരുടെ ആ ബിസിനസ് ടൈപ്പിന് അനുയോജ്യമായ രീതിയിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൊണ്ട് ഒരു ഇൻറ്റീരിയർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ സെയിൽസ് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള രീതിയിലൊക്കെ നമ്മളതിൽ മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കുറേ കരിയർ ഒബ്ജക്റ്റീവ്സൊക്കെ സാമ്പിളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കരിയർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സമ്മറി എഴുതുമ്പോൾ നമ്മൾ ആ കീവേഡ്സുകൾ മെയിനായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഓരോ ജോലിക്കും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ സ്ഥാപനത്തിനും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടി വരിക ആ കാര്യങ്ങൾ, ആ കീവേഡ്സ് മനസ്സിലാക്കിയിട്ട് ഓരോ ജോലിക്കും അയക്കുമ്പോൾ പ്രത്യേകം കരിയർ സമ്മറി തയ്യാറാക്കി വേണം അയക്കാൻ. കാരണം അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അത് പ്രധാനമായിട്ടും ഓർത്ത് വെച്ചേക്കുക. കോപ്പി പേസ്റ്റ് പരിപാടി ചെയ്യാതിരിക്കുക. അടുത്ത സ്കിൽസാണ്. നമുക്ക് ടെക്നിക്കലായിട്ട് എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ അത് നമ്മുടെ റെസ്യൂമേക്കകത്ത് ഉൾപ്പെടുത്തണം. അത് നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിക്ക് ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവും, ചിലപ്പം നന്നായിട്ട് ക്രിയേറ്റീവ് സ്കില്ലുണ്ടാവും. ടെക്നിക്കൽ സ്കില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിയിൽ എന്തൊക്കെ ടെക്നോളജിയാണോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ആ ടെക്നോളജി നമുക്ക് യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിൽ, ഇപ്പം അക്കൗണ്ടൻറ്റ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് ടാലിയോ അല്ലെങ്കിൽ സാപ്പോ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പിന്നെ എക്സൽ, അതേപോലെ ഇപ്പം കുറേ പുതിയധികം AI ടൂൾസുകൾ വന്നിട്ടുണ്ട്. അപ്പം ChatGPTക്കകത്തായും ഡാറ്റ അനാലിസിസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗൂഗിൾ ഷീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ ഒരു അക്കൗണ്ടിങ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അതാണ് അവിടെ ടെക്നിക്കൽ സ്കില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം സോഫ്റ്റ്വെയറുകളും അത്തരം ടൂൾസും നമുക്ക് ഉപയോഗിക്കാനുള്ള സ്കില്ലുണ്ടായിരിക്കുക എന്നുള്ളതാണ് ടെക്നിക്കൽ സ്കില്ല് കൊണ്ട് ഓർക്കേണ്ടത്. സോഫ്റ്റ് സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള ആ ഒരു സ്കില്ലുണ്ടായിരിക്കുക. അതൊക്കെയാണ് സോഫ്റ്റ് സ്കില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മളുടെ ഉള്ളിൽ ബിൽഡ് ചെയ്ത് വരുന്ന സാധനങ്ങൾ. ചിലപ്പം
ലിസണിങ്, നന്നായിട്ട് ലിസൺ ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കുവാനുള്ള കഴിവ്, അങ്ങനെയുള്ള കുറേ കഴിവുകൾ. അടുത്ത ഇൻഡസ്ട്രി സ്പെസിഫിക് സ്കിൽസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണോ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സ്കില്ലുകൾ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ ലാംഗ്വേജ് പ്രൊഫഷൻസീസ്, നമുക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് അറിയാമെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ, ഇപ്പം മലയാളം മാത്രമല്ല, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, അങ്ങനെയുള്ള ലാംഗ്വേജുകൾ അറിയാമെങ്കിൽ നമുക്ക് പല ഭാഷകളിലുള്ള കസ്റ്റമേഴ്സുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ലാംഗ്വേജ് പ്രൊഫഷൻസീസ് ഒക്കെ നല്ലതാണ്. പിന്നെ ഇപ്പോൾ ലാംഗ്വേജ് പ്രൊഫഷൻസിയിൽ നമുക്കിപ്പം പുതിയ AI ടൂൾസൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കേണ്ട ആൾക്ക് അയാളുടെ ഭാഷ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഭാഷയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ പ്രൈമറി സ്റ്റേജ് ആയിട്ടേ ഉള്ളൂ. കുറേയും കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മെച്ചപ്പെട്ട സർവീസുകൾ അല്ലെങ്കിൽ മെച്ചപ്പെട്ട AI ടൂൾസ് വരും. അതൊക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ മലയാളത്തിൽ ഡേറ്റ കുറവായതുകൊണ്ട് മലയാളത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റു ഭാഷകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ടൂൾസൊന്നും ഇപ്പം നിലവിൽ പെർഫെക്റ്റ് ആയിട്ടില്ല. അത് ഇച്ചിരി പാടാണ്. കാരണം മലയാളത്തിലുള്ള കണ്ടൻറ്റുകൾ, ഡിജിറ്റൽ കണ്ടൻറ്റുകൾ കുറവായതുകൊണ്ട് അത്തരം AI ടൂൾസൊക്കെ ട്രെയിൻ ചെയ്തെടുക്കാൻ താമസം എടുക്കും. ഓക്കെ, അടുത്തത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഏതൊക്കെ ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ പല റെസ്യൂമിലും കണ്ടിട്ടുള്ളത് 10+2 എന്നൊക്കെ രീതിയിൽ 10+2 ഒക്കെ വെക്കാറുണ്ട്. 10+2 പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ഡിഗ്രിക്ക് പോകാൻ പറ്റൂ എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് 10+2 മാറ്റിയിട്ട് നമുക്ക് കിട്ടിയ ഡിഗ്രികൾ, ഡിപ്ലോമകൾ, അങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് മാത്രം വെക്കുന്നതായിരിക്കും ഉചിതം. ഓക്കെ, സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ടെങ്കിൽ അതിനകത്ത് സർട്ടിഫിക്കറ്റ് എന്നും പറഞ്ഞ് ഒരു സെക്ഷൻ ഉണ്ടാക്കിയിട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളുടെ വിവരങ്ങൾ അതിൽ കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ നോക്കാം. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഡിഗ്രികളാണോ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് അത് കൊടുക്കുക. അതിന് താഴെയായിട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മളത് എടുത്തിട്ടുള്ളത്. മാക്സിമം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, നമ്മളിപ്പം ഒരു ഡിഗ്രി എടുത്തു, ഓക്കെ, BCA ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഡിഗ്രി എടുത്തു എന്ന് വെച്ച്, ആ ഡിഗ്രി എടുത്തത് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. പക്ഷെ ഞാൻ പഠിച്ചത് നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും കോളേജിൽ നിന്നായിരിക്കും. ഓക്കെ, നമ്മൾ പോയത് ഏതെങ്കിലും കോളേജിലായിരിക്കും. പക്ഷേ സർട്ടിഫിക്കറ്റ് തരുന്ന ആരാണ്? കേരള യൂണിവേഴ്സിറ്റി ആണെന്ന് വിചാരിക്കുക. അതല്ല MGO, കാലിക്കട്ടോ, ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ പേരായി ആണ് കുറച്ചും കൂടി നല്ലത് വെക്കുന്നതിൽ നല്ലത് കുറച്ചും കൂടി അതായിരിക്കാം. ഇനി അതല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നെയിം തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. ഓക്കെ, അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം മനസ്സിലായല്ലോ. ഒന്നെങ്കിൽ നമ്മൾ പഠിച്ച സ്ഥാപനം വെക്കാം, അതല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് തരുന്ന അതോറിറ്റി ആരാണോ ആ അതോറിറ്റിയുടെ പേര് വെക്കാം. അതിപ്പോൾ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടേത് വെക്കാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ലൊക്കേഷൻ നമുക്കത്ര ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി, കേരള, അല്ലെങ്കിൽ പുറത്തേക്കാണ് നമ്മൾ റെസ്യൂം അയക്കുന്നതെങ്കിൽ ഇന്ത്യ എന്ന് വെക്കാം. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ അങ്ങനെ വെക്കുക. ഗ്രാജുവേഷൻ ഇയർ, അത് പാസ്സായ ഇയർ മാത്രം വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ 2010 നമുക്ക് ഡിഗ്രി പൂർത്തിയായതെങ്കിൽ 2010 BCA 2010 എന്ന് വെക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ അങ്ങനെയുള്ള ഡിഗ്രികൾ വെക്കുന്നു. മാസ്റ്റർ ഡിഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, ഡിപ്ലോമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിപ്ലോമയുടെ കാര്യങ്ങൾ വെക്കാം, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ വെക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡീഷണലായിട്ട് എന്തെങ്കിലും ചെറിയ കോഴ്സുകളോ, അല്ലെങ്കിൽ നമ്മൾ അയക്കാൻ പോകുന്ന ജോലിക്ക് സപ്പോർട്ടാവുന്ന എന്തെങ്കിലുമൊക്കെ അഡീഷണൽ കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി അതിനകത്ത് ഉൾപ്പെടുത്താം. വലിച്ചു വാരി കൊടുക്കാതിരിക്കുക. ഓക്കെ, അടുത്തത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. വർക്ക് എക്സ്പീരിയൻസ് എഴുതുമ്പോൾ ആദ്യം ജോബ് ടൈറ്റിൽ, കമ്പനി നെയിം. ജോബ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം എവിടെയെങ്കിലും ജോലി ചെയ്തത്, ഇപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ്, അത് ഏത് സ്ഥാപനത്തിലാണോ ജോലി ചെയ്തത് ആ സ്ഥാപനത്തിൻ്റെ പേര്, ആ സ്ഥാപനം ഏത് ലൊക്കേഷനിലാണ്. നമ്മൾ കേരളത്തിൽ തന്നെയാണ് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കേരളത്തിൽ നമ്മളിപ്പം
ഏതെങ്കിലും ജില്ല, ഇപ്പോൾ ആലപ്പുഴയിലാണോ ആലപ്പുഴയിൽ ഇന്ന സ്ഥലത്ത്, ആ ഒരു രീതിയിൽ വെക്കാം. ഇനി അതല്ല കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ കേരള എന്ന് വെക്കുന്നതായിരിക്കും ഉചിതം ലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുക. പിന്നെ ഡേറ്റ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. കാരണം ഇനി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാൻ പോകുന്ന കുറേ റെസ്യൂമേഴ്സിൻ്റെ എക്സാം അയച്ചു തന്നിട്ടുള്ള റെസ്യൂമേ വെച്ചിട്ട് അതിനകത്തുള്ള മിസ്റ്റേക്സുകൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ അതിനകത്ത് എടുത്ത് പറയുന്നൊരു സാധനമാണ് ഈ ഡേറ്റ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നമ്മളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ എന്താണോ ഡേറ്റ്, ആ ഡേറ്റ് തന്നെ ഇതിൽ വെക്കുക. ഓക്കെ, പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഡേറ്റിൻ്റെ കണ്ടിന്യൂറ്റി പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പോൾ അതൊക്കെ ആ റെസ്യൂമൊക്കെ നമുക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നതെന്ന്. അത് നമ്മുടെ ജോലി തന്നെ നഷ്ടപ്പെടാനുള്ള ഒരു സാധനമാണ് ഈ ഡേറ്റ്സ് ഓഫ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അവിടെ കീ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. അതായത് നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അവിടെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ജോലി ചെയ്യുന്ന കാലയളവിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ജോലിക്ക് കയറി, ഇപ്പോൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ഏതെങ്കിലും ഒരു ഷോറൂം, ഒരു വണ്ടിയുടെ ഷോറൂമിൽ നമ്മൾ കയറിയെന്ന് വെച്ചു. ആ വണ്ടി ഷോറൂമിൽ കയറുന്ന സമയത്ത് നമ്മൾ അവിടെ ജോലി ചെയ്ത ആ സമയത്ത് നമ്മൾ എത്ര വണ്ടി വിറ്റു എന്നുള്ള ഒരു കണക്ക് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ആ വിൽപ്പനയിൽ അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടുന്ന് പഠിച്ചെടുത്തത്. ഓക്കെ, നമ്മൾ ഒത്തിരി കസ്റ്റമേഴ്സുമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ചിലരോട് പല കസ്റ്റമേഴ്സിനെയും പല രീതിയിൽ ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. പിന്നെ അതേപോലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു സ്കില്ല് അച്ചീവ് ചെയ്തെടുക്കേണ്ടി വരും. കാരണം അവരെ നന്നായിട്ട് മാനേജ് ചെയ്യണം. അപ്പോൾ അത്തരം കീ റെസ്പോൺസിബിലിറ്റീസും അച്ചീവ്മെൻറ്റ്സും ഒക്കെ എന്തൊക്കെയാണോ നമുക്ക് ആ ജോലിയിൽ നിന്ന് കിട്ടിയത് അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് അതിനകത്തുനിന്ന് പ്രയോറിറ്റി അനുസരിച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ അതൊക്കെ അതിനാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിൽ ഒരു പ്രധാന ഗുണം. കാരണം നമ്മൾ ജോലി ഇപ്പം നമ്മളിവിടെ റെസ്യൂമൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇപ്പം 3-4 എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ കാണും. മീൻസ് 3-4 സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്. അപ്പോൾ ആദ്യത്തെയൊക്കെ സ്ഥാപനത്തിൽ എന്തൊക്കെയായിരുന്നോ ചെയ്തതെന്ന് ഓർത്തെടുക്കാനൊക്കെ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഓർമ്മ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളത് ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോസ്റ്റ് ഇട്ടിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പോയി ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് റെസ്യൂമേയിൽ ആഡ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവും. അതാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ കൊണ്ടുള്ള ഒരു ഗുണം. ലിങ്ക്ഡിൻ മാത്രമല്ല കേട്ടോ, മീൻസ് ലിങ്ക്ഡിൻ പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. വർക്ക് എക്സ്പീരിയൻസിൽ എന്തൊക്കെ ആഡ് ചെയ്യണം, എന്തൊക്കെ ആഡ് ചെയ്യരുത് എന്നുള്ളതും ഓർത്തുക. ആഡ് ചെയ്യണം എന്നുള്ളത് പോലെയാണ് ആഡ് ചെയ്യാത്തത് എന്തൊക്കെയാണെന്നും ഓർത്തിരിക്കുക. അത് ഇപ്പോൾ നമ്മൾ റെസ്പോൺസിബിലിറ്റി ആയാലും അച്ചീവ്മെൻറ്റ്സ് ആയാലും ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് കീവേഡ്സുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കീവേഡ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ എന്ത് ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജോലിയുമായിട്ട് ബന്ധപ്പെടുന്ന കീവേഡുകൾ വേണം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി അച്ചീവ്മെൻറ്റ്സ് ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടബിൾ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഷോറൂമിൽ ഒരു വണ്ടിയുടെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സമയത്ത് നമ്മളുടെ ടാർഗറ്റുകൾ നിരന്തരമായി മാസത്തിൽ ഒരു 5 വണ്ടിയൊക്കെ വിൽക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ടാർഗറ്റ്. നമ്മൾ കുറേ മാസങ്ങളിൽ 5 വണ്ടി വിറ്റു എന്നുള്ളത് നമ്മളുടെ ഒരു നോട്ടബിൾ കോൺട്രിബ്യൂഷനാണ്. അതായത് നമ്മളുടെ ടാർഗറ്റുകൾ നിരന്തരമായി അച്ചീവ് ചെയ്യാറുണ്ട് എന്നുള്ള രീതിയിൽ നമുക്കത് കാണിക്കാൻ പറ്റും. അതേപോലെ ചിലപ്പം ചില മാസങ്ങളിൽ നമുക്ക് ഈ 5-ൽ കൂടുതൽ വണ്ടിയൊക്കെ വിറ്റ് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു അവാർഡോ അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻ ഒക്കെ പറയാറുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പം വലിയ രീതിയിലുള്ള എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു എംപ്ലോയി അല്ല എങ്കിൽ നമ്മൾക്ക് ചെറിയ രീതിയിൽ കിട്ടിയ കാര്യങ്ങൾ വരെ നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത്. അതും ഓർക്കുക, നമ്മൾ അയക്കുന്ന ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വേണം. അതിനകത്തും കീവേഡ്സ് പ്രധാനമാണ്. ഓക്കെ, ഇത്ര സെയിൽസ് വോളിയം വർദ്ധിക്കാൻ സാധിച്ചു
എന്നൊക്കെയുള്ളത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ആണ്. അതും നമ്മുടെ ആ എക്സ്പീരിയൻസിലൊക്കെ ആഡ് ചെയ്യുക. അപ്പം ഞാൻ ഇപ്പം നമ്മൾ നോക്കുക, ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഏതെങ്കിലും ഒരു ഷോറൂമിലാണ് നമ്മൾ വർക്ക് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ആലപ്പുഴ ജില്ല മൊത്തത്തിൽ എടുക്കുക. ആലപ്പുഴ ജില്ലയിലെ ഒരു ടോട്ടൽ വോളിയം സെയിൽസ് ഉണ്ടാവും. ആ സെയിൽസിൽ ഇത്ര പെർസെൻറ്റേജ് നമ്മുടെ ആയിരിക്കും. ഓക്കെ, നമ്മൾ 5 വണ്ടി ഡെയിലി മാസത്തിൽ എന്താ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഇനി ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ അവിടെ ചെയ്ത ആ കാലയളവിൽ അവരുടെ ബിസിനസ്സിൽ എത്ര വോളിയം ഓഫ് ബിസിനസ്സാണ് ഉണ്ടാക്കി കൊടുത്തതെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അത് നമ്മുടെ റെസ്യൂമെയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ നമ്പരൊക്കെ കൊടുക്കുന്നത് കുറച്ചും കൂടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നല്ലതാണ്. ഓക്കെ, അപ്പോൾ അത്ര വോളിയം നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റി. അത്രയും വോളിയം ബിസിനസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അവാർഡ് എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് കിട്ടി. നല്ല മികച്ച എംപ്ലോയിന്നോ അല്ലെങ്കിൽ മികച്ച ആ രീതിയിലൊക്കെ അവാർഡ് കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്കിതിൽ മെൻഷൻ ചെയ്യുന്നത് നല്ലതാണ്. അതായത് മെൻഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എന്തിനാണ് അവാർഡ് കിട്ടിയത്, ആ അവാർഡ് കിട്ടിയതിൽ നിന്ന് എന്താണ് നമുക്ക് ഉണ്ടായത് എന്നുള്ള രീതിയിൽ വേണം അതൊക്കെ ആ കണ്ടൻറ്റുകളൊക്കെ എഴുതാനായിട്ട്. പിന്നെ സർട്ടിഫിക്കേഷൻസ് ആൻഡ് ട്രെയിനിങ് ആണ്. ഇതിനകത്തെല്ലാം കീവേഡ്സ് യൂസ് ചെയ്ത് വേണം നമ്മൾ തയ്യാറാക്കാൻ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. നമ്മളെന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെന്തെങ്കിലുമൊക്കെ അഡീഷണൽ നമ്മളുടെ പ്രൊഫഷണൽ കരിയറിന് സപ്പോർട്ടാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് നമുക്കുണ്ടോ. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഗൂഗിളിൻ്റെ സർട്ടിഫിക്കേഷൻസ്, അല്ലെങ്കിൽ അതേപോലെയുള്ള മൈക്രോസോഫ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരുടെയൊക്കെ ഈ ചെറിയ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരം സർട്ടിഫിക്കറ്റൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. അത് നമ്മളുടെ ഏതാണോ ഫീൽഡ് ആ ഫീൽഡിൽ നമ്മൾ ചെറിയ കോഴ്സുകളോ അല്ലെങ്കിൽ ചെറിയ സെമിനാറുകളിലോ വർക്ക്ഷോപ്പുകളിലോ ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് കൊടുക്കാം. ഇനി അതല്ല നമ്മൾ എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ സെമിനാറുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മളായിട്ട് എന്തെങ്കിലും വർക്ക്ഷോപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വോളണ്ടിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും പ്രൊഫഷണൽ മെമ്പർഷിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ കുറച്ചും കൂടെ വ്യക്തമാകുന്ന നമുക്ക് ഇനി വരുന്ന റെസ്യൂമെകളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതും കൂടെ മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ കേട്ടോ. ഓർക്കുക, സിമ്പിൾ ആൻഡ് ക്ലീൻ ഫോർമാറ്റ് യൂസ് ചെയ്യുക. അതിനകത്ത് ഉപയോഗിക്കുന്ന ഫോണ്ട് അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കേണ്ട സാധനമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്ട് വലിച്ചു വാരി കുറേ അധികം ഫോണ്ടുകൾ യൂസ് ചെയ്യാതിരിക്കുക. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോണ്ട് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. 1-2 ഫോണ്ടുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഹെഡിങ്ങിന് ഒരു ഫോണ്ടും ബാക്കിയുള്ളതിന് വേറെ ഫോണ്ടും ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും ഒറ്റ ഫോണ്ട് മാത്രം ഉപയോഗിക്കുക. ഞാൻ സാധാരണ റെസ്യൂമേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഏരിയൽ എന്നുള്ള ആ ഫോണ്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ടൈംസ് ന്യൂ റോമനും സ്റ്റാൻഡേർഡാണ്. അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോണ്ടുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ ഹെഡേഴ്സ്, ഫൂട്ടേഴ്സ്, ഗ്രാഫിക്സ് ഇതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒഴിവാക്കേണ്ടത് ATS സപ്പോർട്ടായിട്ടുള്ള റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക. ടേബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ്. എന്താണ് ATS റെസ്യൂമെ എന്നൊക്കെയുള്ളത് നമുക്ക് വഴിയെ നോക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി യൂസ് സ്റ്റാൻഡേർഡ് സെക്ഷൻ ഹെഡിങ്സ് ലൈക്ക് പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, സ്കിൽസ്, സർട്ടിഫിക്കേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഹെഡിങ്ങുകൾ നമ്മൾ ഉപയോഗിക്കുക. പിന്നെ ഡിസ്ക്രൈബ് അച്ചീവ്മെൻറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം. നമ്മൾ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, നമുക്ക് എന്തൊക്കെ സ്കില്ലുകളുണ്ട്, നമുക്ക് ആ സ്കില്ല് വെച്ച് എന്തൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തെടുത്തിട്ടുണ്ട്, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്തു, ആ ഏറ്റെടുത്ത റെസ്പോൺസിബിലിറ്റിയിൽ എന്തൊക്കെ റിസൾട്ട് നമുക്ക് കമ്പനിക്ക് കൊടുക്കാൻ പറ്റി, ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ നേടി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നല്ല പോളിഷ് ചെയ്ത് നല്ല കീവേഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ഇതിനകത്ത് എഴുതാൻ. ഒരിക്കലും തള്ളരുത്. ഇതിനകത്ത് റെസ്യൂമേക്കകത്ത് നമ്മൾ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം പോലും അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുള്ളത് മാത്രം അത് നല്ല രീതിയിൽ അങ്ങ് എഴുതി വെച്ചാൽ മാത്രം മതി.
ഓക്കെ. കാരണം പല റെസ്യൂമേഴ്സും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ റെസ്യൂമേക്കകത്ത് എന്താണോ നമ്മൾ എഴുതിയേക്കുന്നതെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അത് വളരെ എന്താണ് നമുക്ക് ഇൻ്റർവ്യൂവിന് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവമാണ്. ഓക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കസ്റ്റമൈസ് യുവർ റെസ്യൂമെ ഫോർ ഈച്ച് ജോബ്. അതായത് നമ്മൾ ഓരോ ജോലിക്കും അയക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കരിയർ സമ്മറി അല്ലെങ്കിൽ കരിയർ ഒബ്ജക്റ്റീവ് എന്നുള്ള സാധനം ഓരോ ജോലിക്കും അയക്കുമ്പം അതെടുത്ത് വെച്ചിട്ട് തിരുത്തി ആ ജോലിക്കും ആ കമ്പനിക്കും സൂട്ടാവുന്ന രീതിയിൽ വേണം അയക്കാൻ. എന്നിട്ട് ഓടിച്ച് നമ്മുടെ റെസ്യൂമെ ഫുള്ളൊന്ന് നോക്കുക. ഈ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള കീവേഡ്സൊക്കെ നമ്മുടെ റെസ്യൂമേസ് ഉണ്ടോ എന്ന് നോക്കുക. അത് വളരെ പ്രധാനമാണ്. പണ്ടത്തെ കൂട്ട് ആൾക്കാരിരുന്ന് നോക്കി എടുക്കുകയല്ല റെസ്യൂമെ. സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഈ സോഫ്റ്റ്വെയറിന് നമ്മുടെ റെസ്യൂമെ സെലക്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ രീതിയിൽ വേണം ക്രിയേറ്റ് ചെയ്യാൻ. പിന്നെ സേവ് യുവർ റെസ്യൂമെ. അത് വലിയൊരു സംഭവമാണ് കേട്ടോ. അത് ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ റെസ്യൂമൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇത് ഞാനും പണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നമ്മളെ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പേരെഴുതിയിട്ട് ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ CV അല്ലെങ്കിൽ നമ്മുടെ പേരിൻ്റെ ഷോർട്ടൊക്കെ ഇട്ട് വെച്ചിട്ട് CV എന്നും, പിന്നെ അതേപോലെ CV ഞാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ ഡേറ്റൊക്കെ അടിച്ചു വെക്കും. എന്നുവെച്ചാൽ നമുക്കറിയണമല്ലോ ഈ ലാസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത CV. അപ്പം നമ്മുടെ പേര് അതിൻ്റെ കൂട്ടത്തിൽ CV പിന്നെ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത ഡേറ്റ് ഒക്കെ എഴുതി അങ്ങ് വെക്കും. അങ്ങനെയാണ് സേവ് ചെയ്യാറുള്ളത്. പക്ഷേ ആ സേവ് ചെയ്യുന്നത് തെറ്റാണ്. നമ്മൾ നമ്മുടെ CV എന്ന വായി വരുന്നത് ഈ CV എന്നൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ CV റെസ്യൂമെ നമുക്കിതിൻ്റെ ഡിഫറൻസ് ഒക്കെ നമ്മൾ അറിഞ്ഞു വരുന്നതൊക്കെ ഇപ്പോഴാണ്. പക്ഷേ CVയും റെസ്യൂമയും കോമൺ ആയിട്ട് പറയുന്നതുകൊണ്ട് നമുക്ക് വലിയ മിസ്റ്റേക്കായിട്ട് തോന്നണമെന്നില്ല. ഓക്കെ. അപ്പം റെസ്യൂമെ എന്നാണ് ശരിക്കും നമ്മളുടെ ഈ ഒരു രീതി പ്രകാരം റെസ്യൂമെ എന്നാണ് പറയേണ്ടത്. ഓക്കെ, അതൊക്കെ. അപ്പോൾ നമ്മൾ ഈ റെസ്യൂമെ സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ റെസ്യൂമെ എല്ലാം തയ്യാറാക്കി എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുമല്ലോ. സേവ് ചെയ്യുമ്പോൾ അത് നമ്മുടെ കൃത്യമായിട്ടുള്ള പേര് മാത്രം കൊടുത്ത് സേവ് ചെയ്യുക. ഓക്കെ. ഇപ്പം നമ്മുടെ പേരെന്താണോ ആ പേര് മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള അലുക്കുലത്തെല്ലാം ഒഴിവാക്കി വെക്കുക. ഓക്കെ. പിന്നെ സൈസ് ഈ നമ്മൾ കുറേ ഇപ്പം മാക്സിമം റെസ്യൂമെ എത്ര പേജ് ക്രിയേറ്റ് ചെയ്യണം. ചിലത് സിംഗിൾ പേജിൽ വരാറുണ്ട്, ചിലത് ഡബിൾ പേജ് വരാറുണ്ട്, 3 പേജുള്ളത് വരാറുണ്ട്. അതൊന്നും വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കണമെന്നില്ല. കാരണം പല റെസ്യൂമകളും ഇപ്പം സെലക്ട് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടായതുകൊണ്ട് സോഫ്റ്റ്വെയറിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ലിമിറ്റ് ഉണ്ടാവും, ഒരു എത്ര MB ഉണ്ടാവും. അപ്പോൾ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. എത്ര പേജ് എന്നുള്ളത് അത്ര നിർബന്ധമില്ല. എങ്കിലും നമ്മൾ ഒത്തിരി വലിച്ച് കൊടുക്കാതെ ഇരിക്കുന്നതും നല്ലതാണ്. ഓക്കെ. അതായത് 300 KB ആണ് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ മാക്സിമം ഒരു 300 KB വരെ ഉള്ള റെസ്യൂമേഴ്സൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആണെന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ആ സൈസ് അത്ര ഇട്ടെന്നേ ഉള്ളൂ, 300 KB. അതിനകത്ത് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് അതാണ്, അത് ഒന്ന് കീപ്പ് ചെയ്യുക. പിന്നെ പേജ് 1ഉം 2ഉം ഒക്കെ മാക്സിമം 2 പേജ് എന്നൊക്കെയാണ് കണ്ടിട്ടുള്ളത്. 2 പേജ് കൂടുതലുള്ള റെസ്യൂമേഴ്സും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തങ്ങ് പോയാൽ മതി. നമ്മളുടെ കണ്ടന്റ് എല്ലാം എഴുതി വരുമ്പോൾ എത്ര പേജ് ഉണ്ടോ അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് മാക്സിമം അതിനകത്തുനിന്ന് വീണ്ടും നമ്മൾ അനലൈസ് ചെയ്ത് അതിനകത്തുനിന്ന് വേണ്ടാത്ത പോയിന്റുകളൊക്കെ കളഞ്ഞ് വരുമ്പോൾ എങ്ങനെയായാലും അത് 2 പേജിലേക്ക് ഒതുങ്ങും. ഓക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഫോണ്ട് സൈസാണ്. ഫോണ്ട് സൈസ് നമ്മളതിൽ കൊടുക്കുന്ന ഫോണ്ട് സൈസ് 12 ഫോണ്ട് സൈസ് 12 കൊടുക്കുന്നത് നോർമലാണ്. പിന്നെ ഹെഡിങ് ഒക്കെ ഒരു 20-ന് താഴെയുള്ള സൈസ് കൊടുത്താൽ അതൊക്കെ നല്ലതായിരിക്കും. ഓക്കെ. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫോണ്ടിനനുസരിച്ചിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു യുക്തിപരമായിട്ടുള്ള രീതിയിൽ ചെയ്യുക. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് നോട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ടത് ഫോട്ടോ ഓപ്ഷണലാണ്. അതായത് ഫോട്ടോ വെച്ചിട്ടുള്ള റെസ്യൂമെ അത്ര എപ്പോഴും നല്ലതല്ല. ചിലർ ഫോട്ടോ കണ്ടിട്ടൊക്കെ വേണേൽ നമ്മൾ റിജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഫോട്ടോ വെച്ചിട്ട് അയക്കേണ്ട ജോലിയാണെങ്കിൽ മാത്രം ഫോട്ടോ വെച്ച് അയക്കുക, അല്ലാത്തതിൽ ഫോട്ടോ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ ടൈറ്റിൽ ഞാനും പണ്ട് റെസ്യൂമെന്നും
കരിക്കുലം വിറ്റേന്നുമൊക്കെ നമ്മുടെ ആ റെസ്യൂമേക്കകത്ത് എഴുതി വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെയുള്ള ടൈറ്റുകളൊക്കെ ഒഴിവാക്കുക. അതിനകത്ത് അങ്ങനെ വെക്കേണ്ട ആവശ്യമേ ഇല്ല. റെസ്യൂമേന്ന് വെക്കണ്ട, കരിക്കുലം വിറ്റേന്നും വെക്കണ്ട, ഒന്നും ബയോഡേറ്റ എന്ന് വെക്കണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ റെസ്യൂമേക്കകത്ത് വെക്കണ്ട. ഓക്കെ. പിന്നെ എൻ്റെ സ്ട്രെങ്ത് ഇതാണ്, അങ്ങനെയൊന്നും വെക്കണ്ട. നമ്മൾ സ്കില്ല് വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ എൻ്റെ സ്ട്രെങ്ത് ഇതാണ്, എൻ്റെ വീക്ക്നെസ് ഇതാണ്, അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഹോബീസ് വെക്കേണ്ട ആവശ്യമില്ല. റെഫറൻസ് വെക്കേണ്ട ആവശ്യമില്ല. റെഫറൻസൊക്കെ നമുക്ക് അവരാവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം ആണ് റെഫറൻസൊക്കെ വെക്കേണ്ടതുള്ളൂ. അതായത് നമ്മൾ ചില റെസ്യൂമേക്കകത്ത് എഴുതി കൊടുക്കാറുണ്ട്, റെഫറൻസ് ആവശ്യമുണ്ടെങ്കിൽ മെയിൽ ചെയ്താൽ മതി, നമ്മൾ റെഫറൻസ് നൽകുന്നതാണ്. അത് നമ്മൾ അയക്കുന്ന ജോലിക്ക് അനുസരിച്ച് നമുക്കറിയാൻ പറ്റും എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കേണ്ടത്, എന്തൊക്കെ ഒഴിവാക്കണമെന്നുള്ളത്. ഇത് ജനറലായിട്ട് എന്തൊക്കെ ഒഴിവാക്കണമെന്നുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഇത് വെച്ച് അയക്കേണ്ട ജോലികളാണെങ്കിൽ ഇത് വെച്ച് തന്നെ അയക്കുക. പിന്നെ ഡിക്ലറേഷൻ പാർട്ട് ആവശ്യമേ ഇല്ല. ഓക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിനകത്തൊന്നും നമ്മൾ ഇത് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ജോലിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും റെസ്യൂമെയെക്കുറിച്ച് പറയാനുള്ളത്.